അതുപോലെ രാത്രിയാകുമ്പോൾ തിരിച്ച് വരുന്നതും അല്ല ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ. നിങ്ങൾ വണ്ടി എടുത്ത് പോയി കുറേ കറങ്ങിയിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടുണ്ടാവും. എന്താ ശരിയല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി വേദന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്? ആ, അപ്പം നിനക്കെങ്ങനെ അത് മനസ്സിലായത്? പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് നിങ്ങൾ ആണുങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പെൺകുട്ടി പെരുമാറുന്ന അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആണുങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയ സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ സിഗരറ്റ് വലിച്ച് തള്ളുക, അല്ലെങ്കിൽ കള്ള് കുടിച്ച് ബോധം കെടുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് തേർഡ് ചാൻസ്. നിങ്ങളും അത് തന്നെയായിരിക്കും ചെയ്തിരിക്കുക. നിങ്ങൾ മില്ലേനിയം കിഡ്സ് സിനിമകളൊക്കെ കണ്ട് വളർന്നവരാണ്. നായകന്മാർ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന അങ്ങനത്തെ ഉള്ള പ്രവണതകളൊക്കെ തന്നെ നിങ്ങളും ചെയ്യുള്ളൂ. എന്നിട്ട് വേദം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, എന്താ ശരിയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും യു ആർ ബ്രില്യൻറ്റ്, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുവേ. അപ്പോഴത്തേക്കിനും വേദയ്ക്ക് ഒത്തിരി സന്തോഷമായി താങ്ക് യു പറയുവേ. പക്ഷേ ആ ബ്രില്യൻസും കൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടെന്നിങ്ങനെ കൈയൊക്കെ നോർത്തിട്ട് പറയുവേ. ആയിക്കോട്ടെ, ആ ചായ കുടിച്ച് കഴിഞ്ഞെങ്കിലേ ആ ഗ്ലാസ് ഇങ്ങോട്ട് തന്നാൽ കൊണ്ടുപോകാമായിരുന്നു. വേണ്ട, ഞാൻ കൊണ്ടുവന്നോളാം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയേ. അപ്പോൾ വിക്രമും ആയിക്കോട്ടെ എന്ന് പറയും കേട്ടോ. വന്ന സ്ഥിതിക്ക് ഒരു നല്ല കാര്യം പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരുന്നു. വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുവേ. പെട്ടെന്ന് തന്നെ വിക്രം ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്ന കാര്യമോ? ഹലോ എന്നിങ്ങനെ തിരിച്ച് വിളിക്കും കേട്ടോ. എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുവേ. എന്ത് കാര്യം എന്ന് വീണ്ടും ചോദിക്കുക. അല്ല, അതെന്തോ പറയാൻ വന്നില്ലേ, അതിനെപ്പറ്റിയാണ് ചോദിച്ചതെന്ന് പറയുവേ. ഓ അതോ, അതൊന്നും ഇല്ലെന്നേ. ഓ, നിങ്ങളുടെ മൂഡ് ശരിയല്ലല്ലോ. അപ്പം വിക്രം പറയുവേ, എൻ്റെ മൂഡിന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയും കേട്ടോ. അത് വേണ്ടെന്നേ, ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഒരുമാതിരി ആക്കി വേദ പറയുവേ. നിനക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കേ. അയ്യടാ, ഞാൻ പറഞ്ഞതേ എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പറയണമെന്നല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യം എനിക്ക് പറയാനുണ്ടെന്നാ. ഇത്തിരി പതുക്കെ ചാടിക്കടിക്കാതെ ചോദിക്കണ്ടേ വിക്രമാ? എന്നാ പറ. അച്ഛൻ നിങ്ങളുടെ അച്ഛമ്മയുടെ വീട്ടിൽ പോയിരിക്കുക, അതാണോ എന്നോട് പറയാനുള്ള ഇത്ര വലിയ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്നിങ്ങനെ വിക്രം ദേഷ്യപ്പെട്ട് ചോദിക്കുവേ. ഷോ, അടങ്ങ് വിക്രമ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എടുത്തു കൊടുത്ത ഷർട്ടും മുണ്ടും ഇട്ടിട്ടാണ് അച്ഛൻ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രത്തിൻ്റെ മുഖം ഇങ്ങനെ തിളങ്ങുകയാണ്, ചുവന്ന് വരിക കേട്ടോ സന്തോഷം കൊണ്ട്. ഇന്നലെ ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് അച്ഛനത് ഇട്ട് നോക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമൻ്റെ മനസ്സും മുഖത്ത് 32 പല്ലും വിരിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്കും ഭയങ്കര സന്തോഷമായേ. ഈ പറഞ്ഞ കാര്യം സന്തോഷം തരുന്നതല്ലേ എന്നിങ്ങനെ വേദ സന്തോഷത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് പറയുവേ താങ്ക്സ് എന്ന് പറയുവേ. എന്നിട്ട് വേദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും ഒരു സന്തോഷം വീണ്ടും ഇങ്ങനെ വിക്രമന് തോന്നുകയാണ്.